ഹബീബായ നബി ആരാണ്? സ്വർഗം താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നയാളാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കുമ്പോ, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, അന്ത ഉമിർത്ത, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാമല്ലോ എന്ന് അള്ളാഹുവിന്റെ മലക്ക് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നരകത്തെ കുറിച്ച് പറഞ്ഞാൽ സദസ്സ് മുഴുവൻ കരഞ്ഞു പോകും. റസൂലുള്ള കരയുമെന്ന് മാത്രമല്ല, റസൂലുള്ള പലപ്പോഴും ബോധരഹിതനായി വീഴും. നമുക്കത് സാധ്യമാവണം. നമ്മൾ ബോധം കെട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതവണയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ കടക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാൽ, ആരുടെയെങ്കിലും കണ്ണൊഴുകിയാൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യലിജുന്നാർ മൻ ബകാ മിൻ ഖശിയത്തിന്നാർ, അല്ലെങ്കിൽ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ, ആരെങ്കിലും കരഞ്ഞാൽ, അവരെ പിന്നെ നരകം സ്പർശിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാണ്, റസൂലുള്ള പലപ്പോഴും നരകത്തെക്കുറിച്ച് പറയുന്നത് കാണുമ്പോ, ഹത്താ തറഹംനാ അലൈഹി, നബിയോട് ഞങ്ങൾക്ക് കാരുണ്യം തോന്നാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ കരയേണ്ടി വന്നത്. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഹബീബ് ബോധം കെട്ട് വീഴേണ്ടി വന്നത്. ഒരു ദിവസം റസൂലുള്ള നരകത്തെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞവിടുന്ന് പറഞ്ഞു, 1000 കൊല്ലം നരകം കത്തിച്ചു. അത് ചുവന്നതും കറുത്തതും വെളുത്തതും ഒക്കെ പറഞ്ഞു. നരകത്തിന്റെ ഭീകരത മുത്ത് നബിയുടെ ആ നാവിൽ നിന്നിങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്നതാ ഫഇദാഹു റജുലുൻ മിനൽ ഹബശ, അബ്സീനിയക്കാരനായ ഒരു മനുഷ്യൻ, ഫഖ്തഫ ബിൽ ബുകാ, അങ്ങ് അട്ടഹസിച്ചങ്ങ് കരഞ്ഞു, അങ്ങ് ബോധം കെട്ടു വീണു. എല്ലാവരും കൂടി, എല്ലാവർക്കും ഭയങ്കര സങ്കടം. കാരണം നബി പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബോധം തെളിയാൻ കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുക്കലേക്കതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാ നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞു പോയ ആൾ? ആരാണങ്ങനെ കരഞ്ഞയാൾ? അവിടുന്ന് പറഞ്ഞു, റജുലും മിനൽ ഹബശ ഫമദഹു, അതിന്നാലിന്നെ എത്യോപ്യക്കാരനായ മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്. അങ്ങയോടൊരു കാര്യം പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, അർശിന് മുകളിലുള്ള എന്റെ പ്രതാപമാണ്. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് നരകത്തെ പേടിച്ചുകൊണ്ടൊന്ന് കരഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുക? ഇല്ലാ അക്സറതു ലഹികഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിക്കാനുള്ള, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിയെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഞാൻ നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് സിറാത്ത് എന്നറിയപ്പെടുന്നത്, സിറാത്ത് പാലം. ഇതൊക്കെ പറയാൻ എവിടെ സമയം? ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി മുഅ്മിനെ? സിറാത്ത് എന്ന പാലത്തിലൂടെ നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. അത് മുടിയേക്കാൾ നൈസായിരിക്കും, മുടിയേക്കാൾ നിസാരമായിരിക്കും.
അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും. അതിന് മുകളിലൂടെ ചില ആളുകൾ കാറ്റെറിയുന്ന വേഗത്തിൽ പോകും, ചില ആളുകൾ മിന്നെറിയുന്നത് പോലെ പോകും, ചില ആളുകൾ കുതിരയുടെ മുകളിൽ പോകുന്നത് പോലെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്രിബുസ് സിറാത്തു ബൈന ളഹ്റാനൈ ജഹന്നം. നരകത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് അല്ലാഹു തആല സിറാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഫഅന അകൂനു അവ്വല മൻ യുജീസു ബി ഉമ്മതിഹി മിനർ റുസുൽ. മറ്റുള്ള നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് എന്റെ സമുദായവുമായിട്ട് ഞാനായിരിക്കും ആദ്യമായി ഈ മഹ്ശറിൽ നിന്ന് ഈ സിറാത്ത് പാലം വിട്ടുകടക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് ഓർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. ഇത് പറയാനും ഇത് ഓർത്ത് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഓർക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് വേറെ ഒരു വിഷയമാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. റസൂലുള്ള പറയുന്ന, ഇമാം ഗസാലി തന്റെ യഹ്യയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. യുഅ്താ ബിഹി യൗമൽ ഖിയാമ. കരഞ്ഞയാളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ടോ കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണല്ലോ. ഒരുപാട് ദോഷങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. ഫയുഅ്മറു ബിഹി ഇലന്നാർ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ്. നരകത്തിലേക്ക് ആ മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോ അതാ ഫതതകല്ലമു ശഅറത്തും മിൻ ശഅറാത്തി ഐനൈ. അവന്റെ രണ്ട് കണ്ണിന്റെ രോമങ്ങളിൽ നിന്ന് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, ഈമാനുള്ളവരോടാണ്. അല്ലാഹു നമുക്കിത് വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രോമം അല്ലാഹുവിനെ വിളിക്കും, അല്ലാഹുവേ വറസൂലുക മുഹമ്മദുൻ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹ് മംബകാ മിൻ ഖശ്യത്തിന്നാർ ഹറമല്ലാഹു തിൽകൽ ഐന അനിന്നാർ. നരകത്തെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ, അല്ലാഹുവേ റബ്ബേ പടച്ചവനെ, ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ ഒഴിപ്പിച്ചു നിർത്തുമെന്ന് നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇന്നി ബകൈതു മിൻ ഖശിയതിക. പടച്ചോനെ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാണ്, ഞാൻ നരകത്തെ പേടിച്ച് കരഞ്ഞയാളാണ് എന്നീ ഈ രോമം, കണ്ണിന്റെ രോമം അല്ലാഹുവിന്റെ മുമ്പിൽ വാദിക്കുമ്പോ ഫയഗ്ഫിറുല്ലാഹു ലഹു. അല്ലാഹു ആ മനുഷ്യനങ്ങ് പുറത്തു കൊടുക്കും. പിന്നെയോ വയസ്തഖ്ലിസുഹു മിനന്നാർ. അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യും. ബിബറക്കത്തി ശഅറത്തിൻ വാഹിദ. ഒരൊറ്റ രോമത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാനത്ത് തബ്കി മിൻ ഖശ്യത്തില്ലാഹി ഫിദ്ദുനിയ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ദുനിയാവിൽ വെച്ച് കരഞ്ഞത് കാരണം അല്ലാഹു സ്വർഗം നൽകുമെന്ന് മാത്രമല്ല, വയുനാദി ജിബ്രീൽ. ജിബ്രീൽ അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്, നജാ ഫുലാനുൻ ബിശഅറത്തിൻ വാഹിദ. ഒരൊറ്റ മുടി കൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചു പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് നരകവാസികൾ. എല്ലാം കഴിഞ്ഞു. അൽ ജന്നത്തു അവിന്നാർ. സ്വർഗത്തിലേക്കുള്ളവരങ്ങോട്ട്, നരകത്തിലേക്കുള്ളവരങ്ങോട്ട്. അങ്ങനെ അങ്ങായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ. മുഅ്മിനെ അവിടെ വെച്ച് അല്ലാഹു തആല മരണത്തിന്റെ പ്രതീകമായി ഒരാടിനെ കൊണ്ടുവരികയും സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ആ നരകത്തിന്റെയും ഇടയിൽ വെച്ച് അല്ലാഹു മരണത്തെ അങ്ങ് വധിച്ച് കളയും, അറുത്ത് കളയുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ നരകം കാണുകയാണ്. ഒന്ന് പേടിക്കാൻ എന്തു മാർഗം?
ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകം കാണുന്നവരാണ്. ثم لترونها عين اليقين, തീർച്ചയായും നിങ്ങൾ ദൃഢമായ കാഴ്ച കാണുന്നവരാണ്. ദൃഢമായ കാഴ്ച, ഒരു സംശയവുമില്ലാത്ത കാഴ്ച, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ എന്തെല്ലാമുണ്ട്? അവിടെ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. എല്ലാ ശിക്ഷയും അല്ലാഹ് ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയല്ലേ. റസൂലുള്ള പറയുകയാണ്, ഇന്ന അദ്നാ അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയുള്ള ആൾ അതാരാ? എന്താ അയാളുടെ ശിക്ഷ? യന്തഇലു ബിനഅലൈനി മിന്നാർ, നരകത്തിലെ തീ കൊണ്ടുള്ള 2 ചെരുപ്പ് അയാൾക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ്. എന്നിട്ടോ അതുകൊണ്ട് രക്ഷയില്ല. യുഗ്ലാ ദിമാഗുഹു മിൻ ഹറാറ, ചൂട് കാരണം തലച്ചോറിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞത് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബിനെ കുറിച്ചാണ് എന്ന്. ആരാ? റസൂലിന്റെ സംരക്ഷകനായി, താങ്ങായി, തണലായി, ഒരു പിതാവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ വേളയിലും പൊന്നുമകനെ പോലെ വളർത്തിയ അബൂ ത്വാലിബ്, മുസ്ലിമാകാൻ സൗഭാഗ്യമില്ലാതെ പോയ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനാണ് ഇത്ര ഈ ശിക്ഷ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ ജഅഫറിന്റെ ഉപ്പയായ റളിയല്ലാഹു അൻഹുമാ, ഇവരുടെയൊക്കെ പിതാവായ നബിയുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബിനാണ് ഈ ശിക്ഷ നൽകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം, വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മൾ ആ രംഗമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. ഇതൊക്കെ നമ്മോട് പറയുന്നതാ ഖുർആൻ. ഖുർആൻ നമ്മൾ ഓതേണ്ടതാണ്. ഇവിടുന്ന് ആരാ? എന്താ അവൻ്റെ ഒരു അഹങ്കാരം? നമ്മൾ ആരാന്ന് തീരെ അറിയാത്ത ആളുകൾ നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരോട് നമ്മൾ പറയാറുള്ളത് തന്നെ ഞാൻ ആരാന്ന് നിനക്കറിയില്ല എന്നതാണ്. അങ്ങനെയുള്ള നമ്മളുണ്ടല്ലോ. ഇവിടെ വെച്ച് ചെയ്തതിന് മുഴുവൻ അവിടെ വെച്ച് കിട്ടുന്ന ഒന്ന് അല്ലാഹു പറയുകയാണ്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. അന്ന് കുറ്റവാളികളായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയേ. മുഖർറനീന ഫിൽ അസ്ഫാദ്, അവർ ചങ്ങലകളിൽ കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയവരായിരിക്കും. പിന്നെയോ സറാബീലുഹും മിൻ ഖത്റാൻ, അവരുടെ വസ്ത്രം തീപ്പന്തങ്ങളായിരിക്കും. ഇവിടുന്നവർ വലിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഇട്ടവരായിരുന്നു. ഇവിടുന്നവർ ഔറത്ത് വെളിവാക്കി നിസ്കരിച്ചവരായിരുന്നു. ഇവിടുന്നവർ നിഷിദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകത്തിൽ നിന്നല്ല മഹ്ശറിൽ നിന്ന് തന്നെ അല്ലാഹു തആല നരകത്തിന്റെ വസ്ത്രം നൽകുമെന്നല്ലേ പറഞ്ഞത്? സറാബീലുഹും, അവരുടെ വസ്ത്രം മിൻ ഖത്റാൻ, അവർക്ക് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണ്. വതഗ്ശാ ഉജൂഹഹുമുന്നാർ, അവരുടെ മുഖമിങ്ങനെ തീ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നല്ല സംസ്കാരത്തിലേക്ക് കടന്നു വരണം. ഔറത്ത് മറക്കാൻ പഠിക്കണം. നിസ്കരിക്കുമ്പോ ഔറത്ത് വെളിവാകുന്നത് ശ്രദ്ധിക്കണം. അന്യന്റെ ഫാഷൻ നമ്മൾ സ്വീകരിക്കരുത്. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരമോ ക്രിക്കറ്റ് താരമോ സിനിമാ താരമോ ഏതെങ്കിലും ആഭാസത്തിന്റെ വസ്ത്രം വരുമ്പോഴേക്ക് നമ്മൾ ധരിക്കരുത്, മക്കളെ ധരിപ്പിക്കരുത്, യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ വസ്ത്രം ധരിച്ചവൻ വരുമ്പോ നമ്മളതിൽ
സന്തോഷിക്കുകയും ചെയ്യരുത്. നമ്മൾ പറയും നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അത് അത്തരം സംസ്കാരങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഇത്വലഅതു അലന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോ ഫറഅയ്തു അക്സറ അഹ്ലിഹാ മിനൻ നിസാ, ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. മൗരിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മയിലുള്ള ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, നരകവാസികളായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. ലമ്മറഹുമ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലത്ത് അവരില്ല, അവർ വരാനുള്ളവരാണ്. രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അക്രമികളായ ഭരണാധികാരികളാണ്, രണ്ടാമത്തെ വിഭാഗം വനിസാ, പെണ്ണുങ്ങളാണ്. പെരുന്നാളാവുമ്പോ ടെക്സ്റ്റൈൽസുകളിലേക്ക് പോകുമ്പോ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വസ്ത്രം എടുപ്പിച്ചു കൊടുക്കുമ്പോ ഔറത്ത് മറയ്ക്കാതെയുള്ള വസ്ത്രം നിങ്ങൾ എടുപ്പിച്ചു കൊടുക്കാൻ ധൈര്യപ്പെടുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. മായിലാത്തുൻ മുമീലാത്ത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലയിൽ മുടി ചുരുട്ടി കെട്ടിവെച്ചവരാണവർ. അള്ളാഹുവിന്റെ റസൂൽ നരകത്തിലാണെന്ന് മാത്രമല്ല പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് കിട്ടില്ലല്ലോ. ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം വർഷങ്ങളുടെ വഴി ദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ പറയുന്നത് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പറയുന്നത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ, എന്നാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് പച്ച മനുഷ്യനെയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെയോ ഹബീബായ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു പറയുന്നത് വൽ ഹിജാറ, കല്ലുകളുമാണ്. കല്ലുകൾ നന്നായി തീ കത്താൻ ഉപയോഗിക്കുന്ന സാധാരണ കല്ലുകൾ എന്നല്ല, കല്ലുകൾ പ്രത്യേകമായിട്ട് തീ നന്നായി കത്തിയാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് നരകത്തിലെത്തിയ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമെന്നാണ്. നമ്മൾ പേടിക്കേണ്ടവരാണ്, നമ്മൾ ബേജാറാകേണ്ടവരാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തവണ ബേജാറാവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രക്ഷ. ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, അല്ലേ, ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, രണ്ട് തുള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികളാണ്. ഒന്നാമത്തെ തുള്ളി ഏതാണെന്നറിയോ? ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ മോഹിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആളുടെ, പോരാളിയുടെ ആ ശരീരത്തിൽ നിന്നൊഴുകുന്ന തുള്ളിയുണ്ടല്ലോ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ നമ്മുടെ പാവപ്പെട്ട പിഞ്ചുബാല്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവിടെയുള്ള ഈമാനിന്റെ ഏറ്റവും ശക്തരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്രൂരന്മാരായ ഇസ്രായേലുകാരുടെ ബോംബുകൾ കൊണ്ട്, അവരുടെ മിസൈലുകൾ കൊണ്ട്, അവരുടെ വെടിയുണ്ടകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാണ്, ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കുന്ന രക്തത്തുള്ളിയാണ്. ഇത് നമുക്കാർക്കും അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല.
എന്നാൽ അടുത്ത തുള്ളി നിങ്ങൾക്ക് അവസരമുണ്ട്, എനിക്ക് അവസരമുണ്ട്. അതേതാണ്? ഖത്റത്തു ദുമൂഅ് തസീലു മിൻ ഖശിയത്തില്ലാഹ്. പടച്ചവനെ പേടിച്ചുകൊണ്ട്, ഈ നരകം പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട്, ഈ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ അവർക്ക് അല്ലാഹു തആലാക്ക് ആ തുള്ളി വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അമല് സ്വർഗം മുന്നിൽ കണ്ടിട്ടും നരകം പിന്നിൽ കണ്ടിട്ടുമായിരിക്കണം. മിൻ വറാഇഹിം ജഹന്നം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരുടെ മുമ്പിൽ നരകമുണ്ട്. എന്തൊക്കെ താക്കീതുകളാണ്, എന്തൊക്കെ ഭീഷണികളാണ് അല്ലേ? സനഫ്റഗു ലഹും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുവാടാ. അള്ളാന്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. സനഫ്റഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കും, നിങ്ങളെ നോക്കാൻ, നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ ശിക്ഷിക്കാനും. എന്നിട്ടോ വീണ്ടും പറയുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യനെ അല്ലാഹു വെല്ലുവിളിക്കുകയാണ്. ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ കഴിയുമെങ്കിൽ ഫംഫുദൂ, നിങ്ങളങ്ങ് പോ. നിങ്ങൾക്ക് കഴിയില്ല അതിന്. അല്ലാഹുവിന്റെ ശക്തി കൊണ്ടല്ലാതെ, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. എന്നിട്ടോ ഇനി ഒരു ദിവസം വരാനുണ്ട്, നിങ്ങൾ ചെയ്തതിന് മുഴുവൻ യുർസലു അലൈകുമാ ശുവാദും മിൻ നാർ വനുഹാസ് ഫലാ തന്തസിറാൻ. അന്ന് നിങ്ങളുടെ മേൽ തീജ്വാല, നിങ്ങളുടെ മേൽ തീക്കട്ടകൾ എല്ലാം മയക്കപ്പെടും. എന്നിട്ട് മാത്രമല്ല മുഅ്മിനേ, വല്ലാതെ ഭയക്കേണ്ട വചനങ്ങളാണ്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾക്ക് അവരുടെ മുഖത്ത് തന്നെ അടയാളമുണ്ട് അല്ലേ? നിർഭാഗ്യരുടെ സങ്കേതമാണ് നരകം എന്നതാണല്ലോ നമ്മുടെ വിഷയം. അവർ നിർഭാഗ്യവാന്മാർ, അവരുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാ. അവരുടെ മൂർധാവും അവരുടെ കാലും ഒരുമിച്ച് അല്ലാഹു കൂട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണമേ തമ്പുരാനെ. അല്ലാഹു പിന്നെ പറയുന്നത് എന്താ? ഇതാണ് ആ നരകം. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. എല്ലാരും ഉണ്ടാവൂല എന്ന് കരുതിയിരുന്ന നരകാണിത്. എങ്ങനെ? കൈയും കാലും ഒരുമിച്ച് പിടിച്ചങ്ങ് വലിച്ചെറിയ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നരകം സൂക്ഷിക്കാൻ നിരന്തരമായിട്ട് നമ്മോട് പറഞ്ഞു അല്ലേ? എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സതുപദേശങ്ങളിൽപ്പെട്ട ഒന്ന്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു വലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. നിങ്ങളിൽപ്പെട്ട ഏതൊരാളും അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരാളും ട്രാൻസ്ലേറ്റർ ആയിട്ടുണ്ടാവില്ല. ഒരാളും അതിന്റെ ആവശ്യമില്ല അള്ളാഹ്ക്ക്. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. ചെയ്തത്, കണ്ടത്, പറഞ്ഞത് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കപ്പെടുകയാണ്. ഇവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും. ഫയൻളുറു ഇലാ ഐമൻ, അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, വലതുഭാഗത്തവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, അവന്റെ ഇടതുഭാഗത്തും ചെയ്തത് മാത്രമേ ഉള്ളൂ. അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴും പിന്നിലേക്ക് നോക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫലാ യറന്നാറ തിൽഖാ വജ്ഹി, അവന്റെ സ്വന്തം മുമ്പിൽ മുഅ്മിനേ
നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. എന്ത് സൽക്കർമ്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? അത് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, ആ സമയത്ത് അതിന്റെ ഒരു കഷ്ണം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ രൂപം അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നരകമിങ്ങനെ തട്ടുകളായിട്ടാണ്. ഒരു തട്ടിങ്ങനെ, അതിന്റെയും മറ്റേ തട്ടിന്റെയും ഇടയിൽ കൊല്ലങ്ങളോളമുള്ള വഴി ദൂരമുണ്ട്. അതിന്റെ മുകളിൽ മറ്റൊരു തട്ട്, അങ്ങനെ 7 തട്ടുകളായി 7 കവാടങ്ങളായിട്ടാണ് അല്ലാഹു തആല നരകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ 7 എണ്ണത്തിനും ഓരോ പേരുണ്ട്. ഒന്ന് ജഹന്നമാണ്, ഒന്ന് ലവായാണ്, മറ്റൊന്ന് ഹുത്തമയാണ്, മറ്റൊന്ന് സഈറാണ്, മറ്റൊന്ന് സഖറാണ്, മറ്റൊന്ന് ജഹീമാണ്, ഹാവീൻ. ഇത് ഓരോ നരകത്തിലും ഓരോരുത്തരാണ്. ഹാവീൻ മുനാഫിഖീങ്ങൾക്കുള്ളതാണ്. അപ്രകാരം ജഹന്നമിലാണ് സത്യവിശ്വാസികളായ കുറ്റവാളികൾ ഉണ്ടാകുന്നത്. ഫിർഔനിനും കൂട്ടർക്കും വേറെ ഒന്നാണ്, അതുപോലെ ഓരോരുത്തർക്കും വേറെ ഓരോന്നാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സംസാരിക്കുകയാണ്. മാലി അറാക മുതഗയ്യിറൽ ലൗൻ. എന്താണ് ജിബ്രീലേ ഇങ്ങനെ വിവർണനായി നിങ്ങളെ കാണുന്നത്? നിങ്ങളെ സാധാരണ ഇങ്ങനെയല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, നരകത്തിന്റെ ഒരു ജ്വാല ഞാൻ കണ്ടു. അത് കണ്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി. ആ നരകത്തെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ, സിഫ്ലി ജഹന്നം, നരകം എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ജിബ്രീലേ. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ അമറ ബി ജഹന്നം, അല്ലാഹു തആല നരകത്തോട് കൽപ്പിച്ചു, ഫഊഖിദ അലൈഹാ അൽഫആം, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന 1000 കൊല്ലത്തെ ദൈർഘ്യം അല്ലാഹു തആല നരകത്തെ കത്തിച്ചു. അങ്ങനെ ആ നരകം വെളുത്തുപോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കത് ചുവന്നുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ അത് കറുത്തുപോയി. അത് കറുത്തതും കട്ട പിടിച്ചതും കൂരിരുട്ട് നിറഞ്ഞതുമാണ്. അതിന്റെ ജ്വാല ഒരിക്കലും അണയുകയില്ല, അതിന്റെ തീ ഒരിക്കലും അണഞ്ഞു പോവുകയില്ല. അങ്ങനെ ജിബ്രീൽ ഇങ്ങനെ പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ഖദ്റ തഖബി ഇബ്റത്തിൻ ഫുതിഹ മിൻ ജഹന്നം, ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഒരൽപ്പമെങ്ങാനും ഈ ഐഹിക ലോകത്തേക്ക് തുറക്കപ്പെടുകയാണെങ്കിൽ, ഇത് പറയുന്നതാരാ? ഇൻദഹു അല്ലാഹു തആല വല്ലാതെ സത്യം ചെയ്തു പറഞ്ഞ ശക്തരിൽ ശക്തരായ മുഖറബായ മലക്ക് ജിബ്രീൽ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ, ശക്തവാനാണ്, ഇൻദദിൽ അർശി മകീൻ, അർശിന്റെ അടുക്കൽ വലിയ പ്രതാപമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, നബിയോടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കേൾക്ക്, മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്നത് കേൾപ്പിക്ക് നിങ്ങൾ. എങ്ങനെയാ നരകം? അതിന്റെ ഒരു ദ്വാരം, ഒരു സൂചിയുടെ ഒരു ദ്വാരമെങ്ങാനും ദുന്യാവിലേക്ക് തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മരിപ്പിച്ച് കളയുമായിരുന്നു. ലൗ അന്ന ഖാസിനം മിൻ ഖസനത്തി ജഹന്നം, നരകം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ദുന്യാവിലുള്ള